റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആദ്യം നമുക്ക് അള്ളാഹു ചെയ്ത ഇല്ലായ്മ വല്ലായ്മയല്ല കണ്ടെത്തേണ്ടത്, ഇല്ലായ്മ വല്ലായ്മയുടെ അടിസ്ഥാനമല്ല കണ്ടെത്തേണ്ടത്. നമ്മൾ കണ്ടെത്തേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള നിഅമത്താണ്. ആ നിഅമത്തിനെ ശരിക്കും മനസ്സിലാക്കിയാൽ ആരാധനയുടെ രസം ഇങ്ങനെ കയറി വരും, അള്ളാഹ് എന്നുള്ള ചിന്ത കയറി വരും. അള്ളാഹ് ഒരു നിഅമത്ത് അറിയുന്നതിനനുസരിച്ച് ആ അള്ളാഹുവിനെ അറിയും. എന്തുകൊണ്ടാണ് ഇസ്രായേലി ജനത മഗ്ദൂബി അലൈഹിം ളാലിനായത്? അവർ നിഅമത്തിനെ ഓർത്തില്ല. അള്ളാഹു അവരോട് ഓർമ്മപ്പെടുക്കാൻ പറഞ്ഞ എന്താ? യാ ബനി ഇസ്രായീല ഉസ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് നിങ്ങൾ ഓർക്കുവീൻ. അവർ ഓർത്തില്ല. അപ്പോൾ അവരാരായി? മഗ്ദൂബി അലൈഹിമായി, ളാലിനായി. നമ്മളും ഇന്ന് ഒരർത്ഥത്തിൽ അതാണ് നമ്മളീ കളി. നിഅമത്തിനെ ഓർക്കുന്നില്ല, നിഅമത്തില്ലായ്മ ഓർക്കുക. ഏതൊരാളോട് ചോദിച്ചാൽ എന്താ ഇല്ലായ്മ പറയാ? ധനാഢ്യനാണെങ്കിലും അതാ പറയാ, ധനാഢ്യനാണെങ്കിലും പറയാ ആ ഇപ്പോഴത്തെ കാര്യമൊന്നും പറയണ്ട, പിന്നെ അങ്ങനെ ഒപ്പിച്ചു പോണ് എന്നാ പറയാ. കച്ചവടക്കാരനാണെങ്കിലും അതന്നെ പറയാ. ഒരു അൽഹംദുലില്ലാ എന്ന് പറയാ, ഒരു അൽഹംദുലില്ലാ. വെറും കയ്യോടെ വന്ന നമുക്ക് എന്ത് കിട്ടിയാലും അനുഗ്രഹമല്ലേ? ആ കൈ തന്നെ അള്ളാഹു തന്നതല്ലേ? നമുക്ക് എന്ത് കമ്മിയുള്ളത്? നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ആറാടല്ലേ? എന്താ അതൊന്ന് പറഞ്ഞാല്? എന്താണ് ഈ ഇല്ലായ്മ വല്ലാതെ? ഈ ഇല്ലായ്മ വല്ലായ്മയും പറഞ്ഞ് നടന്നിട്ട് പിന്നെ ഈ കൈ കെട്ടിയിട്ട് എന്താ ഇതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഈ കൈ കെട്ടുന്ന മനുഷ്യൻ കൈ കെട്ടുന്ന മുമ്പ് എന്താ പറഞ്ഞ? ഇല്ലായ്മ വല്ലായ്മയും. കൈ കെട്ടി കഴിഞ്ഞ് സലാം പൊട്ടിയാൽ പിന്നെയും പറഞ്ഞ എന്താ? ഈ ഇല്ലായ്മ വല്ലായ്മയും. അപ്പൊ ഈ നിസ്കാരം കൊണ്ട് എന്താ കിട്ടിയത്? അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മളെ ഇബാദത്ത് എന്തുകൊണ്ട് നമ്മൾ ഒരു പീരിയഡ് കഴിഞ്ഞാൽ പഴയതുപോലെയായി? നമ്മൾ അള്ളാഹിനെ അറിഞ്ഞ ഇബാദത്ത് എടുത്തിട്ടില്ല.